നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ബി.ജെ.പിക്കും സംഘപരിവാറിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. പക്ഷേ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ സംശയത്തിന്റെ നിഴലിലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ പ്രതിഷ്ഠയുടെ ഒരു ചിത്രവും അതോടൊപ്പം തന്നെ സിയാവർ രാമചന്ദ്ര കി ജയ് എന്നുള്ള ഒരു വാക്യവും കൂടി ചേർത്ത് അദ്ദേഹം ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുകയും പിന്നീട് ശശി തരൂർ തന്നെ അതിന് വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തു. സ്ഥിരമായി ആരാധിക്കുന്ന ദൈവമാണ് രാമൻ. അങ്ങനെ രാമനെ ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ശ്രീറാം എന്നാണ് ബി.ജെ.പിക്കാർ പൊതുവെ വിളിക്കുന്നത്. സിയാറാം എന്ന് വിളിച്ചത് സീതയെ കൂടി ഉൾപ്പെടുന്ന രാമൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ്. അതൊരു പ്രതിരോധമാണ് എന്നുള്ള മട്ടിലായിരുന്നു തരൂരിന്റെ വിശദീകരണം. എന്നാൽ തരൂരിന്റെ ലക്ഷ്യം തിരുവനന്തപുരത്ത് വീണ്ടും അങ്ങനെ രാമന്റെ പേരിൽ കിട്ടുന്ന വോട്ട് കൂടി തരൂരിന് ലഭ്യമാക്കുക എന്നുള്ളത് കൂടിയാണ് എന്ന തരത്തിലും ചില ആഖ്യാനങ്ങൾ വരുന്നുണ്ട്. അത്തരം ആരോപണങ്ങളും ഉയരുന്നുണ്ട്. SFI അടക്കമുള്ള സംഘടനകളും ഇടതു പാർട്ടികളും ഒക്കെ തരൂരിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. കണ്ണൂരിൽ നിന്നും ദാസനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീദാസൻ, ശശി തരൂരിനെ പോലൊരാൾ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രതികരണം നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇടുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു തരൂരാണ് ഇന്നലെ അവിടുത്തെ പ്രതിഷ്ഠയുടെ ചിത്രത്തോടൊപ്പം തന്നെ ജയ് സിയാവർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇന്നലെ ഇട്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എതിർത്തും അനുകൂലിച്ചുമൊക്കെ വ്യത്യസ്തമായ വിശദീകരണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ശ്രീദാസൻ, കേൾക്കാമോ? ഹലോ ശ്രീദാസൻ, താങ്കൾ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഞാൻ ചോദ്യം കേട്ടില്ല, അപ്പോൾ പറഞ്ഞോളൂ. ഇത് ഞാൻ പറയുന്നത് ഇതൊരു രാഷ്ട്രീയമാണ്. ശശി തരൂർ ഇനി അടുത്ത ബി.ജെ.പിന്നെ ഗവൺമെന്റില് മന്ത്രിയായപ്പോഴും അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് നമ്മൾ പറഞ്ഞു നിൽക്കുന്നില്ല, ഈ മുങ്ങുന്ന കപ്പലാണ് ഈ ഇന്ത്യ മുന്നണി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശശി തരൂരിന് നേരത്തെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പലപ്പോഴും ശശി തരൂരിനെ പോലൊരു നേതാവ് ബി.ജെ.പിയിലേക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കില്ലേ? അദ്ദേഹത്തിന് നേരത്തെ തന്നെ അങ്ങോട്ട് ചെല്ലാമായിരുന്നു. അന്നേരം പുള്ളി ചിന്തിച്ചത് ഈ കോൺഗ്രസ് വേണമെന്ന് ഒരു പ്രൈം മിനിസ്റ്റർ ആവുന്ന ഓക്കെയാണ്. പക്ഷെ അത് എന്തായാലും നടക്കൂല. ഇനി എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ജീവിച്ചിരിക്കുന്ന കാണാം അടുത്ത ബി.ജെ.പിന്റെ മന്ത്രിസഭയിൽ ശശി തരൂർ. പക്ഷെ തരൂരിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ, ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അതെല്ലാം ഈ സംഘപരിവാർ അജണ്ടക്കെതിരെയുള്ള ശക്തമായ അല്ലെങ്കിൽ നിശ്ചിതമായ വിമർശനങ്ങളായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരാളിന് പെട്ടെന്ന് അങ്ങനെ പോകാൻ കഴിയുമോ? അയാൾ പുറത്ത് പുറത്തിയാടിക്കാൻ നോക്കുമല്ലേ കോൺഗ്രസ്സുകാരനെ? അങ്ങനെ അയാൾ പുറത്ത് പുറത്തിയാടിക്കാൻ നോക്കുമല്ലേ? ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശശി തരൂർ അങ്ങനെ രാമനെ ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല, അത് കോൺഗ്രസുകാർക്കും എല്ലാ ഹിന്ദു മതവിശ്വാസികൾക്കും അവകാശപ്പെട്ട രാമനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാണോ, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ചെയ്തതാണോ? എന്താണ് താങ്കളുടെ ഒരു തോന്നൽ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് ആകപ്പാടെ ഒരു വോട്ടിലാണ്. പിന്നെ അതിലിപ്പോ ശശി തരൂർ സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ഇത് രാഷ്ട്രീയമാണ്. മൂപ്പർക്കും അങ്ങോട്ട് പോയാൽ തിരക്കില്ലാന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂപ്പർക്ക് പല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവരും പറയുന്നുണ്ട്. അടിയോടെ അടിയാണ് കോൺഗ്രസില്. അപ്പൊ അദ്ദേഹം എന്തേലും ഒരു ഊഹം കണ്ടു കാണും. ഒരു കാര്യപ്പെട്ട ഉദ്യോഗസ്ഥനൊക്കെ അല്ലേനോ പഴയ കാലത്ത്. അപ്പൊ അത്തരം മോശക്കാരനൊന്നും അല്ല. പിന്നെ ഇത് രാഷ്ട്രീയമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും അഭിലാഷാണ്. ശ്രീ അഭിലാഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് ഒരു തരത്തിൽ പറഞ്ഞാൽ തരൂരിന്റെ ഒരു വ്യാഖ്യാനമൊക്കെ അനുസരിച്ച് ബി.ജെ.പിക്കെതിരായ ഒരു ബി.ജെ.പി അങ്ങനെ രാമനെ സ്വന്തമാക്കേണ്ടതില്ല, രാമന്റെ ഭക്തരെല്ലാവരും ബി.ജെ.പിക്കാരൊന്നുമല്ല, ബി.ജെ.പിക്ക് വോട്ട് ചെയ്യേണ്ടവരൊന്നുമല്ല, കോൺഗ്രസുകാരും അങ്ങനെ അല്ലാത്തവരുമായ ബി.ജെ.പിയെ എതിർക്കുന്ന രാമഭക്തരായ നിരവധി പേരുണ്ട്. അത്തരം ആളുകളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് കൂടി കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതെ, ബി.ജെ.പി ഒരിക്കലും ബി.ജെ.പിയുടെ രാമനൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പോട്ടെ, അത് എങ്ങനെ ആയിക്കോട്ടെ. പിന്നെ
ഇത് ശശി തരൂർ പറയുന്ന ഓരോ കാര്യങ്ങളും നരേന്ദ്രമോദിയും BJP പറയുന്ന കാര്യങ്ങൾ അത് സ്വന്തമായ കാര്യങ്ങളാണ് പുള്ളി വിളിച്ചു പറയുന്നത്. കള്ളത്തരമില്ലാത്തതുകൊണ്ടാണ് പുള്ളി പറയുന്നത്. അത് പക്ഷേ ഈ നരേന്ദ്രമോദിക്കെതിരെയും BJP സർക്കാരിനെതിരെയും ഏറ്റവും നിശ്ചിതമായ രീതിയിലേക്ക് സംഘപരിവാർ അജണ്ടയെ ഓരോന്നോരോന്നായി എണ്ണി പാർലമെന്റിൽ വിമർശിക്കുകയും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങനെ പുസ്തകം അടക്കം എഴുതിയിട്ടുള്ള ആളാണ് ശശി തരൂർ. അല്ല, പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകം വായിക്കുന്ന എത്ര പേര് കേരളത്തിലുണ്ടെന്നുള്ള സാറിന് അറിയാതെ. ആരാ പുസ്തകം വായിക്കുന്നത്? ഒരു പുസ്തകം ആരും വായിക്കുന്നില്ല. പിന്നെ ഇതെന്നു വെച്ചാൽ ഇപ്പൊ ഹമാസിന്റെ അനുകൂല പ്രകടനം നടന്നപ്പോഴും ഇസ്രയേലിനെതിരെ പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞില്ല. അത് ഒരു സത്യസന്ധമായ കാര്യം പുള്ളി പറയുന്നത് സത്യമാണ്. പക്ഷെ അത് ഇവിടുത്തെ ഈ CPM-കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, കോൺഗ്രസ്സുകാർക്കും മനസ്സിലാകുന്നില്ല. കാരണം നല്ല നല്ല ആൾക്കാർക്ക് അറിയാം നരേന്ദ്രമോദി ഇവിടെ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമെന്നുള്ള മുതിർന്നവർക്കും വിദ്യാഭ്യാസം വിവരമുള്ളവർക്ക് അറിയാം. ഇത് അറിയത്തില്ലാത്ത കുറെ എണ്ണം ഇവിടെ ഉണ്ട്. അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ ഇന്ത്യ മുന്നണിയെല്ലാം തകർന്ന് തരിക്കോടാം. ഇപ്പൊ തന്നെ ഈ വാർത്ത വരുന്നുണ്ടല്ലേ. ഇത് തീർന്ന പാർട്ടിയല്ല ഈ ഇന്ത്യ മുന്നണി. അപ്പൊ ഈ CPM-ന്റെ കെണിയിൽ ഇവർ പോയി വീഴാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. CPM നടക്കുന്ന കെണിയിൽ പോയി കോൺഗ്രസ്സുകാർ വീഴുന്നുണ്ട്. അവിടെയായി പ്രശ്നം വരുന്നത്. അതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ട് അവർക്ക് ഇത് പുറത്ത് പബ്ലിസിറ്റി CPM-ന്റെ കുറെ ചാനലുകാരും ഉണ്ട്. അവരെല്ലാം അവിടെ കൂടി ഇങ്ങനെ പ്രചരിപ്പിക്കും. അതിനകത്ത് കോൺഗ്രസ് പോയി വീഴാതെ നോക്കുന്ന കോൺഗ്രസിന്റെ പോലെ ഇരിക്കും. കോൺഗ്രസ് വീഴാതിരിക്കുവാണ്. താങ്കൾ ഏത് പാർട്ടിക്കാരനാണ്? ആരാ? ഞാനോ? ഞാൻ CPM ആയിരുന്നു. ഞാനിപ്പോ BJP-യിലാണ്. ഇപ്പൊ BJP-യിലാണല്ലോ. ഇപ്പൊ BJP-യിലോട്ട് ചേർന്നു. എനിക്ക് 8 വർഷമായിട്ട് നരേന്ദ്രമോദി വന്ന പിന്നെ എനിക്ക് അഴിമതി ഇല്ലാത്ത ഭരണം, കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൂടി കേട്ടതുകൊണ്ട് ചോദിച്ചാണ്. കോൺഗ്രസ് ഇവിടെ ഉള്ളൂ സാറേ, ഈ കേരളത്തിലുള്ളൂ. അത് രക്ഷപ്പെടാൻ നോക്കുക, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ശരി, ഓക്കെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. നമുക്ക് KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കൃത്യമായ രീതിയിലേക്ക് ഉയർത്തുന്ന ഒരു പ്രതിരോധമാണോ തരൂരിന്റേത്? പറഞ്ഞോളൂ. തരൂരിന്റേതെന്ന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് ഹിന്ദു വോട്ടുകൾ പിന്നെ തിരിഞ്ഞു പോവോ എന്നുള്ള ഭയം കൊണ്ടാണ് തരൂർ ഇപ്പൊ ഈ പ്രസ്താവന ഇറക്കിയത്. അല്ലാതെ ഹിന്ദുക്കളോട് BJP-യോട് പ്രത്യേകിച്ച് മമതയൊന്നും ഉണ്ടായിട്ടല്ല. ഇദ്ദേഹം വിശ്വപൗരനാണെന്ന് പറയുന്നു. എനിക്ക് ഈ വിശ്വപൗരനെ കൊണ്ട് കേരളത്തിനോ പോട്ടെ, കുറഞ്ഞ പക്ഷം അദ്ദേഹം ജയിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലെങ്കിലും നാളിതുവരെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട്. ഇദ്ദേഹം നാട് മൊത്തം കല്യാണം കഴിച്ചിങ്ങനെ വിശ്വപൗരനാന്നും പറഞ്ഞ് നടത്തുന്നുണ്ട്. മലയാളിയൊക്കെ എന്ത് ഗുണമെന്ന്? അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുകയും കഴിഞ്ഞ തവണ 1,00,000 വോട്ടിന് വിജയിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ വ്യക്തിപരമായ അത്തരം ആരോപണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞാണ്. അതിനെ വീണ്ടും താങ്കൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. ഈ രാജമാണിക്യത്തിലെ പഞ്ച് ഡയലോഗ് പോലെ നരേന്ദ്രമോദി പറഞ്ഞിട്ട് ഒരു വരവും കൂടി വരേണ്ടി വരും, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ വിശ്വാസം അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. വിഷ്ണുവാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിഷ്ണു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJP-യുടെ ഒരു രാമനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള BJP-യുടെ ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്കാണോ അങ്ങനെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്? അതോ തിരുവനന്തപുരത്തെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള കുറെ BJP-ക്ക് പോകേണ്ട വോട്ടുകൾ കൂടി ലക്ഷ്യമാക്കിയുള്ള അദ്ദേഹത്തിന്റെ നീക്കമാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും BJP-യുടെ ഒരു വോട്ട് അവർക്ക് തീർച്ചയായിട്ടും വേണമല്ലോ ജയിക്കാൻ. ഇപ്പം ഇനി വരുന്ന ഇലക്ഷന് തീർച്ചയായിട്ടും ഒരു മാൻഡേറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും BJP-യുടെ ഒരു ഷെയറും വേണം. അപ്പം രാമനെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വോട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. പക്ഷേ തരൂര് ഇവിടെ തിരുവനന്തപുരത്ത് BJP-യുമായി നേരിട്ട് ഫൈറ്റ് നടത്തി ജയിക്കുന്ന ആളല്ലേ? ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ BJP-ക്ക് തീർച്ചയായിട്ടും കാരണം ജയിക്കാനുള്ള വളരെ ചാൻസ് ഉണ്ട്. മേ ബി നിർമ്മലാ സീതാരാമനൊക്കെ ആയിരിക്കും വരുന്നത് ജയിക്കാൻ, അവിടെ നിൽക്കാൻ. കഴിഞ്ഞ തവണ ഏകദേശം 1,00,000 വോട്ടിനാണ് തരൂര് ജയിച്ചത്. ഇപ്പൊ ഈ വട്ടം തീർച്ചയായിട്ടും നല്ലൊരു വോട്ട് ഷെയർ BJP-ക്ക് കിട്ടും. ജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മോദിയൊക്കെ 2 വട്ടം കേരളത്തിൽ വന്നു, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു വരവിൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം ഒരു സെക്ഷനാക്കി മോദി വന്നാലും അവിടെ BJP-ക്ക് ഉള്ളു വോട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു വോട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. എന്താണ്? അല്ല, മോദി വന്നാലും എന്ന് പറഞ്ഞാൽ എങ്ങനെ? മോദി വന്ന് മത്സരിക്കുമെന്നാണ് പറഞ്ഞത്? അതോ മോദി വന്ന് മത്സരിക്കുന്നല്ല, മേ ബി മത്സരിക്കാം, അങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട്. പക്ഷെ അത് അറിയത്തില്ല എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നിർമ്മലാ സീതാരാമൻ പോലുള്ള ആൾ വന്നാൽ പോലും മതി. മോദി വന്ന് ഒന്നും ഒരു എന്താ പറയാ, ആൾക്കാരെയൊക്കെ ഒന്ന് തൃശ്ശൂർ നടന്ന പോലെ ഒരു സംഭവം റോഡ് ഷോ പോലെയൊക്കെ നടത്തിയാലും അവിടെ വോട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു ഭയം പോലെയാണ് ശശി തരൂരിന്. അപ്പം ആ ഒരു ഭയം കാരണം പറഞ്ഞേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശശി തരൂർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത്?
സാറേ, എന്റെ കണക്കനുസരിച്ച് വെറുതെ ഈ കോൺഗ്രസിൽ നിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് BJP ചേരണം. ഇങ്ങർക്ക് വിദേശകാര്യ മന്ത്രാലയം പോലുള്ള നല്ല വകുപ്പുകളൊക്കെ കിട്ടും. വെറുതെ നിന്നിങ്ങനെ സമയം കളഞ്ഞ് ഈ കോൺഗ്രസ് എണീറ്റ് നിൽക്കാൻ പോകുന്നില്ല. ചത്ത പശുവാ, വെറുതെ സമയം കളയുക, യാതൊരു കാര്യമില്ല. ഇന്ന് ഇന്ത്യ മുന്നിൽ നിന്ന് മമതാ ബാനർജി മാറി, ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറും മാറുക. ഇത് ഒരു കാരണവശാലും ഇത് പൊങ്ങി വരാൻ പോകുന്നില്ല. വെറുതെ നിന്ന് സമയം കളയാതെ അങ്ങനെ സമയം വെറുതെ പാഴാക്കാതെ എത്രയും പെട്ടെന്ന് BJP ചേർന്ന് നല്ല വല്ല മന്ത്രിയാവുകയൊക്കെ ചെയ്യേണ്ട ആളാണ്. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അബ്ദുൾ റഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശശി തരൂരിന്റെ വിശദീകരണം, ഇത് രാമൻ എന്ന് പറയുന്നത് ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്, ആ ദൈവത്തെ അങ്ങനെ BJPക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അതിനുകൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ ചില ആരോപണങ്ങൾ ഉയരുന്നത് ഹിന്ദു വോട്ട് കൂടി ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് നടത്തിയതെന്ന് പറയുന്നു. എന്താണ് താങ്കൾക്ക് അതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ശരിയുണ്ടോ എന്ന് താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശശി തരൂർ എനിക്ക് തോന്നുന്നില്ല BJP എന്ന രാക്ഷസ പാർട്ടിയിലേക്ക് പോകുമെന്ന്. കാരണം അദ്ദേഹത്തിന് ലോകരാജ്യങ്ങളിൽ തന്നെ ഉന്നത സ്ഥാനങ്ങൾ ഏത് സമയത്തും കിട്ടും. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ കഴിവ് അതും വെച്ചിട്ട് അദ്ദേഹം അതുവഴി പോകുന്നല്ലാതെ രാഷ്ട്രീയം വിടും എന്നല്ലാതെ അദ്ദേഹം BJPയിലേക്ക് പോകില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ചില സമയത്ത് എഴുതി കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടും അദ്ദേഹത്തിന് ഒരു മടുപ്പ് വന്ന് ഇത് അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായമാണ്. എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാണ്ട്, ഇന്നലെ താങ്കളെ പോലുള്ളവർ അവതാരകരായിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? ഒരു കൂടെയുള്ള ഒരു സ്ത്രീയെ ഒരുത്തൻ വന്നിട്ട് പറയാണ് നാണമുണ്ടോ എന്ന്. അത് അവൻ ഉടുക്കാതെയാണ് വന്നിട്ട് പറയുന്നത് ഈ മാന്യമായ ഡ്രസ്സ് ധരിച്ച അവതാരികയോട് നാണമുണ്ടോ. ചില ആളുകളൊക്കെ ഓരോരുത്തരും അവരവരുടെ രീതിക്കും സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ചല്ലേ അപ്പൊ ആ അവതാരിക അതിന് മറുപടി കൊടുക്കുന്നില്ല. താങ്കളെ പോലുള്ളവരാണെങ്കിൽ മറുപടി കൊടുക്കുമായിരുന്നു. അപ്പൊ അവരെ ചിലപ്പോൾ മറുപടി കൊടുക്കാതിരുന്നത് അങ്ങനെ മറുപടിക്ക് അർഹിക്കുന്ന ഒരു മറുപടി പോലും അർഹിക്കാത്ത ചില ആരോപണങ്ങളുണ്ടല്ലോ, നമ്മൾ തള്ളിക്കളയേണ്ട പുച്ഛിച്ചു കളയേണ്ട ആരോപണങ്ങളുണ്ട്. അത്തരത്തിലായതുകൊണ്ടായിരിക്കും ഇന്നലെ മറുപടി കൊടുക്കാതിരുന്നത്. അല്ല, അത് തിരിച്ചു കളയുക ചെയ്തത് ആ പാവം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം ഉടുമുണ്ടില്ലാതെ നിന്നിട്ടാണ് ചോദിക്കുന്നത് നാണമുണ്ടോ ആ വസ്ത്രം ധരിച്ച നല്ല വസ്ത്രം ധരിച്ച സ്ത്രീയോട്. അപ്പൊ എന്ന് പറഞ്ഞ ശശി തരൂരിന്റെ ഹലോ, കേൾക്കാം, താങ്കൾ കേൾക്കാം. എന്തായാലും അങ്ങനെയുള്ള നമ്മളിത് തത്സമയ പരിപാടി ആയതുകൊണ്ട് ചിലരെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ അങ്ങനെയല്ല വളരെ മാന്യമായി തന്നെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ചിലരെങ്കിലും അവർ അങ്ങനെ ഒരു പൊതുവേദിയിലാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധമില്ലാതെയൊക്കെ സംസാരിക്കുന്ന ചിലപ്പോൾ ആ തരത്തിലേക്കുള്ള മാനസിക ചിന്തയൊക്കെ ഉള്ള മനുഷ്യരായിരിക്കും. ചിലപ്പോൾ അതിന് അവതരിപ്പിക്കുന്നവർ മറുപടി നൽകാറുണ്ട്. ചില സമയത്ത് മറുപടി നൽകാതെയൊക്കെ അവർ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ മറുപടിക്ക് പോലും അർഹിക്കാനുള്ള ഗൗരവം അത്രപോലും ഗൗരവമില്ലാത്ത നിലവാരമില്ലാത്ത ആരോപണമായതുകൊണ്ടും ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുരേഷ് കുമാറാണ്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ബോധപൂർവമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണോ അതോ അദ്ദേഹത്തിന് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ളതാണോ? അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ മുതല് വൈ അയാമെ ഹിന്ദു വരെയുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കലും BJPയിലേക്ക് പോവില്ല. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ രാഷ്ട്രീയം ശരിക്കും ഇന്റർനാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയമാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 35% വോട്ടാണ് ദേശീയ തലത്തിൽ BJPക്ക് കിട്ടിയത്, അല്ലെ? ഇന്ത്യയിലെ 80% കൂടുതൽ ജനങ്ങളുള്ള ഹിന്ദുക്കളുള്ള രാജ്യത്ത് 35% ജനങ്ങൾ മാത്രമാണ് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സോണിയാഗാന്ധിക്കും മക്കൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. സോണിയാഗാന്ധിയും മക്കളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ BJPയെ വളർത്തുന്നത്. ഈ യാഥാർത്ഥ്യം എന്ന് കോൺഗ്രസുകാര് തിരിച്ചറിയുന്നു, അന്ന് കോൺഗ്രസ് രക്ഷപ്പെടും. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. കാലിക്കട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും മഹേഷാണ്. ശ്രീ മഹേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശശി തരൂരിന്റെ ഈ പോസ്റ്റ് എന്ത് ലക്ഷ്യം വെച്ചുള്ളതാണ്? അല്ല, അതിൽ എനിക്ക് തോന്നുന്നത് പ്രത്യേകമായിട്ട് അങ്ങനെ അദ്ദേഹം ലക്ഷ്യമൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് കൃത്യമായ ഒരു കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇവിടെ കാണിക്കുന്നത് മുഴുവൻ കുറെ കാപട്യങ്ങളാണ്. കാരണം ഇടതുപക്ഷം ആയിക്കോട്ടെ മറ്റുള്ള പാർട്ടികളായിക്കോട്ടെ, ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറെ നാടകങ്ങൾ കാണിക്കുന്നു എന്നതിലപ്പുറവും അതിലൊന്നും യാതൊരു കൃത്യമായ നിലപാടുകളില്ല. കോൺഗ്രസിന്റെ നിലപാടെന്താ? കോൺഗ്രസ് നാട്ടിലെ ദേശീയതയുടെ വക്താക്കള് സ്വാതന്ത്ര്യ സമരം മുതൽ ദേശീയതയുടെ വക്താക്കള് കോൺഗ്രസ്സാ. നമ്മളെ മിലിറ്ററി ഒക്കെ ഉണ്ടാക്കി ഈ കാര്യങ്ങളിലെല്ലാം മുന്നിൽ വന്നതും കോൺഗ്രസ്സാണ്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങൾ എന്തും ബഹുമാനത്തോട് കരുതുന്ന പാർട്ടിയും കോൺഗ്രസ്സാണ്.
ഇത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്ന് ഒരു അമ്പലം വന്നപ്പോ അതിന് ആ അമ്പലത്തിനെ അംഗീകരിക്കുക ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളോട് കൂടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തെറ്റൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിനപ്പുറമുള്ള ഉത്തരേന്ത്യയിലൊന്നും മുസ്ലിങ്ങൾക്ക് പോലും ഈ കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം ഏറെക്കുറെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പാലക്കാട് നിന്നും ബാബുവാണ്. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശശി തരൂരിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം BJP അദ്ദേഹം പറയുന്നത് ഞങ്ങളെ എതിർക്കുന്നത് ആ അയോധ്യയിൽ നടത്തിയ പ്രതിഷ്ഠാ ചടങ്ങിനോടാണ് എതിർപ്പുള്ളത്, അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്രത്തോടോ അല്ലെങ്കിൽ അത്തരം ക്ഷേത്രം നിർമ്മിക്കുന്നതിനോടോ എതിർപ്പുള്ളതല്ല. രാമൻ എന്ന് പറയുന്നത് BJPയുടെ സ്വന്തമല്ല, രാമനെ വിശ്വസിക്കുന്നവരെല്ലാം BJPക്ക് വോട്ട് ചെയ്യേണ്ടവരല്ല. ഇതെല്ലാം കൂടി മനസ്സിൽ കണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് പറയുന്നത്. എന്നാൽ എതിരാളികൾ പറയുന്നത് അങ്ങനെയല്ല, അവിടെ തിരുവനന്തപുരത്തു നിന്നുള്ള ഹിന്ദു വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിട്ടുള്ള പോസ്റ്റാണ് എന്നുകൂടി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അവിടെ വോട്ട് ബാങ്ക് ശശി തരൂരിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ഇപ്രാവശ്യം നടക്കില്ല. അവിടെ BJP തന്നെ ജയിക്കുള്ളൂ. അതെങ്ങനെയാണ് താങ്കൾക്ക് BJP അവിടെ ജയിക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ BJP ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ O രാജഗോപാലും കുമ്മനം രാജശേഖരനും ഒക്കെ മത്സരിച്ചപ്പോഴും ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ അടക്കം 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ്, 99,908 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇപ്രാവശ്യം അങ്ങനെ നടക്കില്ല. എന്തായാലും BJP അവിടെ വരുള്ളൂ, അത് യാതൊരു സംശയമില്ല. ശശി തരൂരില്ല, ആര് നിന്നാലും. ആരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി അവിടെ? അവിടെ നിർമ്മല സീതാരാമൻ ആയിരിക്കുന്നതാണ് നമുക്ക് ഒരു വിശ്വാസം. കേരളത്തിന് പുറത്തു നിന്നൊരു നേതാവിനെ കൊണ്ടുവന്ന് നിർത്തി കേരളീയനായ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയല്ല, അവിടെ എന്തായാലും നമുക്ക് കുറച്ച് 2-3-4 സീറ്റ് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊരു പാർട്ടിയുടെ ആഗ്രഹം. താങ്കൾ അത് കിട്ടുമെന്ന് പറയുന്നത് കൊണ്ടാണ്, എന്തെങ്കിലും അതിനൊരു കാരണമുണ്ടോ? ഇന്ന കാരണം കൊണ്ട് അവിടെ കിട്ടാൻ എന്ന് പറയാം. എന്ത് ചോദിച്ചാൽ ഇവിടെ ഒന്നും വികസനമില്ല, വികസനം തീരെയില്ല. ശശി തരൂർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു വികസനവും ഇല്ല. അതോ മറ്റു നാടുകളിലൊക്കെ അങ്ങനെ വികസനം ഉണ്ട്, കേരളത്തിൽ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? കേരളത്തിൽ തീരെ വികസനം ഇല്ല. ഏത് നാട്ടിലാണ് ഇത്രയേറെ കേരളത്തെക്കാൾ കൂടുതൽ വികസനമൊക്കെ ഉള്ള? മാത്രമേ വികസനമുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ ചർച്ച ഇനിയും തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വലിയ സ്വപ്നങ്ങൾ ഇതിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പാലക്കാട് എന്നല്ല, എല്ലായിടത്തു നിന്നും എടുക്കും. പാലക്കാട് എടുക്കും, തൃശ്ശൂരിലെടുക്കും, പിന്നെ കൊല്ലം, അതുപോലെ കോട്ടയം മീനാക്ഷി, അങ്ങനെ എല്ലാവരും നിന്ന് ടിക്കറ്റ് എടുക്കും. ഇത് പാലക്കാട് ഹെഡ് ഓഫീസ് അവരെ നിന്ന് എടുത്ത ടിക്കറ്റിലാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെയാണ്, ട്രിവാൻഡ്രം സുഭാഷ് നഗർ താമസം. ഈ കട ഒരു 20 വർഷം കൊണ്ടുണ്ട്. വേറെ കട ഉണ്ട്, MG റോഡിൽ ലക്ഷ്മി ലക്കി സെന്റർ ഉണ്ട്, MG റോഡിൽ. ഇവിടെയാണ് വിറ്റിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഈ കടയിലാണ് നമ്മുടെ 1ാം സമ്മാനം 20 കോടി ഇവിടെ നിന്നാണ് അടിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ വാർത്ത വന്ന? എനിക്ക് വിൻസ്റ്റാറിൽ നിന്ന് തന്നെ വിളിച്ചു, ഒരു 2:20 ആയപ്പോൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് 1ാം സമ്മാനം ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് സംശയം, എന്നാലും ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോൾ കൺഫേം ചെയ്തു, വീണ്ടും വിളിച്ച് അതിനുശേഷം നിങ്ങളൊക്കെ വന്നു. ജയ് സിയാവാറാം എന്ന ഒരു പോസ്റ്റ് ശശി തരൂർ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ആ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ ലക്ഷ്യമെന്ത് എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ദീപുവാണ്. ശ്രീ ദീപു, ശശി തരൂരിന്റെ വിശദീകരണം കൂടി ഉണ്ടായിരുന്നു വളരെ വ്യക്തമായി. ഞാനൊരു രാമഭക്തനാണ്, രാമനെ ഭജിക്കുന്ന ആളാണ്, BJPക്ക് രാമനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന്. എന്നാൽ എതിരാളികൾ പറയുന്നത് അങ്ങനെയല്ല, തിരുവനന്തപുരത്തെ ഹിന്ദു വോട്ട് ബാങ്ക് ഒക്കെ ലക്ഷ്യമിട്ടാണ് അത്തരമൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടത് എന്ന് പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതല്ല, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ആ പോസ്റ്റ് ഇടുമ്പോ സത്യത്തില് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, കോൺഗ്രസിന്റെ ഉന്നത നേതാവാണ്. അദ്ദേഹമാണ് വന്നിട്ട് ഒരു അധിനിവേശ കെട്ടിടം അയോധ്യയിൽ ഉണ്ടാക്കി അതിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന BJPയുടെ വോട്ടിംഗ് യന്ത്രത്തെ, ആ വോട്ടിംഗ് യന്ത്രമാണ് അവിടെ അനാച്ഛാദനം എന്താ അവർ ചെയ്തത്, ആ സാധനത്തിനെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്, അല്ലാതെ ശ്രീരാമനെ അല്ല. എന്തിനാണ് ശ്രീരാമ? നിങ്ങൾ പറയുന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമല്ല എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനോട് മാത്രമേ വിയോജിപ്പുള്ളൂ. കോൺഗ്രസിന് അയോധ്യയിൽ ക്ഷേത്രം വരുന്നതിനോട്, അവിടെ രാമക്ഷേത്രം സ്ഥാപിക്കുന്നതിനോട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് ഒരു ഘട്ടത്തിലും അറിയിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വിയോജിപ്പ് വളരെ വ്യക്തമായിരുന്നു. ഈ പാർട്ടിക്ക് നിലപാടില്ലെന്ന്, നിലപാട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞതല്ലേ ശ്രീ ദീപു? അവരുടെ നിലപാടിൽ എങ്ങനെയാണ് ശശി തരൂരിന്റെ നിലപാട് വ്യത്യസ്തമാവുന്നത്? കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമല്ലേ? അവർ പറഞ്ഞില്ല, അവർ ചടങ്ങിനോടാണ് അവർക്ക് വിയോജിപ്പുള്ളത്, അവർക്ക് അവിടെ ക്ഷേത്രം പണിയുന്നതിനോട് വിയോജിപ്പില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു.
ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവൂ. താങ്കൾ പറഞ്ഞത് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി പറഞ്ഞു എന്നാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കള്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങള് ഈ പറയുന്ന അധിനിവേശ കെട്ടിടത്തിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രത്തിന്റെ താങ്കളുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും? കോൺഗ്രസിന്റെ അഭിപ്രായം എന്തായാലും കോൺഗ്രസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ പറ്റുമോ? അതായത് അതേപോലെ തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളം, എന്താണ് ഇവിടുത്തെ വോട്ടിംഗ്, ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ഇത് കണ്ടുകൊണ്ട് അങ്ങനെ ഭ്രമിച്ചിരിക്കുകയാണെന്നാണോ അദ്ദേഹം വിചാരിച്ചു വെച്ചേക്കണത്? അദ്ദേഹത്തിന്റെ പാർട്ടിയും നിലപാടില്ല, ഇവർക്കൊന്നും നിലപാടില്ല. ആ ഒരു വോട്ടിംഗ് യന്ത്രത്തിന്റെ ഫോട്ടോ ഇട്ടതുകൊണ്ട് ചോദിക്കാനുള്ളത് സാമാന്യ മര്യാദയാണ് ആ തരത്തിൽ സംസാരിക്കാന്നുള്ളത്. ശശി തരൂരിന് വോട്ടിങ്ങിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതേ ശശി തരൂർ തന്നെയാണ് കേരളത്തിലെ വോട്ടിങ്ങിനെ കുറിച്ച് കൃത്യമായി അറിയുന്നത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം തുടർച്ചയായി തവണ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ജയിക്കുന്നത്. ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യും എന്നൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ തരൂർ. ശ്രീരാമനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്തുകൊണ്ട് അയോധ്യയിലെ ശ്രീരാമൻ, മറ്റ് ശ്രീരാമന്റെ ചിത്രമില്ലേ, ആ ചിത്രത്തിലല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ അവിടെ കൃത്യമായും ഈ ഹൈപ്പ് എല്ലാം കണ്ടുകൊണ്ട് ഇതാ വോട്ടിംഗ് പോകുന്നു എന്നൊരു തോന്നൽ ഇദ്ദേഹത്തിന് വരുന്നത് കൊണ്ടിട്ടാണ് ഇവർക്കൊന്ന് ആൾക്കൂട്ടം കണ്ട് നിലപാടെടുക്കുന്നവരാണ് ഇവർ. ആ ആൾക്കൂട്ടം എവിടെയും പറന്നു പോകാമെന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണിവർ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അല്ലാതെ ഈ കാര്യങ്ങളൊന്നുമല്ല. എന്തിന് ഈ ശ്രീരാമൻ? വേറെ ശ്രീരാമന്റെ പടമില്ലേ? ഇയാളുടെ ആ ഒരു വോട്ടിംഗ് യന്ത്രത്തിന്റെ പടം മാത്രമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കുറെ കൂടി അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് വൈകാര്യമായ വിഷയങ്ങൾ, കുറെ കൂടി ജാഗ്രതയോടുകൂടി വേണം പ്രേക്ഷകർ ആരായാലും അഭിപ്രായങ്ങൾ പറയുവാൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. സുധീർ ബാബു ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ സുധീർ ബാബു കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ നിന്നും ക്ഷമിക്കണം. ശ്രീ സുധീർ ബാബു കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു ശ്രീരാമന്റെ ചിത്രം ഇട്ടിരുന്നു. പ്രത്യേക അയോധ്യയിലെ പ്രതിഷ്ഠയുടെ ചിത്രമാണ് ഇട്ടിരുന്നത്. ആ ചിത്രം ഇട്ടതിന് ശേഷം അദ്ദേഹം ജയ് സിയാവർ റാം എന്നൊരു കുറിപ്പ് കൂടി ഇട്ടിരുന്നു. അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് BJPക്ക് അങ്ങനെ രാമനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ എതിരാളികൾ പറയുന്നത് അങ്ങനെയല്ല, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശശി തരൂർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ നല്ല നല്ല പ്രസംഗങ്ങൾ നടത്തുകയും കേരളത്തിന്റെ മനസ്സിൽ ഒരു തെളിഞ്ഞു നിൽക്കുന്ന മതനിരപേക്ഷതയുടെ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശ്രീരാമനെ ഒരു പാർട്ടി മാത്രം സ്വന്തമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തകർക്കേണ്ടത് മതനിരപേക്ഷത പാലിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന് എടുക്കേണ്ട തീരുമാനം തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതിൽ വോട്ട് ബാങ്ക് കണ്ടു എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുധീർ ബാബുവാണ് അഭിപ്രായം പ്രകടിപ്പിച്ചത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, പാലയിൽ നിന്ന് ഉമേഷാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യമായിട്ട് ഒരു സങ്കടം പറ്റാ, മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് വർത്താനം പറഞ്ഞത്. അദ്ദേഹത്തോട് ഞാൻ